സാമ്പത്തിക ഇടപാടുകൾ ബാധ്യതകൾ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും കടം വാങ്ങുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ആ വയഹ്റുമുൽ ഇഖ്തിറാദു അലാ ഗൈരി മുൽത്തറിൻ ഫതുഹുൽ മുഈൽ പറയുന്നത് കടം വാങ്ങൽ ഹറാമാണ്, ചില്ലറയല്ല, 2 പേർക്കൊഴികെ. അഥവാ ഒന്ന് ചക്രശ്വാസം വലിച്ചു കൊണ്ടിരിക്കുകയാണ്, ജീവൻ നഷ്ടപ്പെട്ടു പോകുകയാണ്, അവിടെ പിന്നെ ഏതെങ്കിലും നിലക്ക് കാശ് കിട്ടുന്നത് നോക്ക് കടം വാങ്ങാം. മറ്റൊന്ന് വീട്ടാൻ ഒരു മാർഗം, വ്യക്തമായൊരു മാർഗം കാണണം. ഞാൻ ഈ ഒരു മാസം ജോലി ചെയ്തിട്ടുണ്ട്, എനിക്ക് 30,000 രൂപ ശമ്പളമാണ്, 20 ദിവസത്തെ ജോലി ചെയ്താൽ എനിക്ക് അതിൽ 20,000 രൂപ എനിക്കുണ്ട്. 30,000 അപ്പോഴും എനിക്ക് വാങ്ങാൻ പറ്റില്ല, ഞാൻ 20 ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ 20,000-നെ ഞാൻ അവകാശിയായിട്ടുള്ളൂ. അപ്പം വീട്ടാൻ മാർഗം കാണാതെ ഇന്ന് സാമ്പത്തിക ഇടപാട് വല്ലാതെ കൂടി കടം വാങ്ങുക, അത് വീട്ടാതിരിക്കുക. മയ്യത്തിൻ്റെ തുണി പോലും അഴിച്ചെടുക്കാൻ കടക്കാരന് അവകാശമുണ്ട് എന്ന് മയ്യത്തിന് അവകാശപ്പെട്ടാണ് 3 തുണി കഫൻ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഞാൻ ആർക്കെങ്കിലും കടം വാങ്ങിക്കണം, എൻ്റെ മയ്യത്ത് പള്ളിയിൽ കിടക്കുമ്പോൾ അല്ല മയ്യത്തിട്ടിൽ 2 തുണി അവിടെ നിന്ന് അയച്ചു കൊണ്ടുപോകാൻ, അപ്പം അത്രത്തോളം ബാധ്യതയുള്ളതാണ്. കടക്കാരൻ്റെ പേരിൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങൾ കടം വീട്ടാതെ തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടം വല്ലവരും ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തെ അജണ്ട, ഞാനത് വീട്ടിൽ തീർക്കുക തന്നെ ചെയ്യുമെന്ന ഒരു നിർബന്ധമായിരിക്കണം. കടം വാങ്ങാതെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം.